TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന അധ്യായത്തിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അനിമൽ ടിഷ്യൂസിലെ കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ എന്നീ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ ഭാഗം ടിഷ്യൂ ആയ കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ടിഷ്യൂ മറ്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ്. മറ്റു ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂസിനെ നമ്മൾ പ്രധാനമായിട്ടും 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടാകും. ഏതൊക്കെയാണ് ആ കാറ്റഗറീസ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. അതിൽ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ചാണ്. ഇപ്പൊ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇറ്റ് ലിങ്ക് ആൻഡ് സപ്പോർട്ട് അതർ ടിഷ്യൂസ്. അപ്പൊ മറ്റു ടിഷ്യൂസിനെ പരസ്പരം ലിങ്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ ഈസ് എ ടിഷ്യൂ ദാറ്റ് ലിങ്ക് ആൻഡ് സപ്പോർട്ട് അതർ ടിഷ്യൂസ് ഓർ ഓർഗൻസ് ഓഫ് ദ ബോഡി. ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന ആൾക്കാരാണ് ഈ കാണുന്ന അഡിപ്പോസ് ടിഷ്യൂ, കാർട്ടിലേജ് ടിഷ്യൂ, ബോൺ ടിഷ്യൂ, ബ്ലഡ് ടിഷ്യൂ എന്നൊക്കെ പറയുന്ന ടിഷ്യൂസ് ഒക്കെ കണക്റ്റീവ് ടിഷ്യൂവിന്റെ കാറ്റഗറിയിൽ വരുന്ന ടിഷ്യൂസ് ആണ്. അപ്പൊ ഈ ടിഷ്യൂസ് എപ്പോഴും മറ്റ് ടിഷ്യൂസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ടിഷ്യൂസാണ്. മറ്റു ടിഷ്യൂ എന്ന് പറയുമ്പോൾ മസിൽ ടിഷ്യൂ ആയിട്ടും എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിട്ടും അതുപോലെ തന്നെ ന്യൂറൽ ടിഷ്യൂവുമായിട്ടും ഒക്കെ ചേർന്ന് ഒരുമിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് കാണുന്ന ടിഷ്യൂസാണ് കണക്റ്റീവ് ടിഷ്യൂസ്. Connective tissue is a tissue that link and support other tissues or organs of the body. Connective tissuesന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കാം. In all connective tissues except blood, the cells secrete fibers of structural proteins called collagen or elastin. കണക്റ്റീവ് ടിഷ്യൂസിന്റെ പ്രത്യേകതയാണ് ഇതില് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ടാകും. പ്രോട്ടീനുകൾ കൊണ്ട്, പ്രോട്ടീൻ തന്മാത്ര കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നാരുകൾ പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഈ ടിഷ്യൂസിലുണ്ടാവും. ആ ടിഷ്യൂസിന് ഉണ്ടാക്കിയിരിക്കുന്ന ആ നാരുകൾ പോലത്തെ സ്ട്രക്ചറൽ പ്രോട്ടീനിനെ വിളിക്കുന്ന പേരാണ് കൊളാജൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രോട്ടീനാണ് ഇലാസ്റ്റിൻ. ഇപ്പൊ കണക്റ്റീവ് ടിഷ്യൂസിൽ കാണുന്ന സ്ട്രക്ചറൽ പ്രോട്ടീൻ ഏതാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. അപ്പൊ ഈ ഫൈബേഴ്സിനെ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ടിഷ്യൂസിൽ കാണുന്ന ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സെൽ ഓർഗനലാണ്. അപ്പൊ ഈ സെൽ ഓർഗനലിന്റെ സെക്രീഷനാണ് ഈ പ്രോട്ടീൻ. ഏതാ പ്രോട്ടീനിന്റെ പേര്? കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. ഇപ്പൊ കൊളാജൻ അല്ലെങ്കിൽ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന സ്ട്രക്ചറൽ പ്രോട്ടീനിനെ ഈ കണക്റ്റീവ് ടിഷ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കണക്റ്റീവ് ടിഷ്യൂ ഇല്ല. ഒരു കണക്റ്റീവ് ടിഷ്യൂ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടില്ല, അതായത് ബ്ലഡ്. ബ്ലഡിൽ ഇങ്ങനത്തെ സ്ട്രക്ചറൽ പ്രോട്ടീൻ ഇല്ല. ബ്ലഡ് ടിഷ്യൂസ് അറിയാം, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. ഈ സെൽസുകളിലൊന്നും ഇത്തരം ഫൈബേഴ്സ് ഇല്ല. അപ്പോൾ ബ്ലഡ് ഒഴിച്ചുള്ള മറ്റ് കണക്റ്റീവ് ടിഷ്യൂസിൽ, അതായത് കാർട്ടിലേജ് ഉണ്ട്, അതുപോലെ തന്നെ ബോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് ഫൈബേഴ്സുകളുണ്ട്. അപ്പൊ ഈ ടിഷ്യൂസിലെല്ലാം എന്ത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു? സ്ട്രക്ചറൽ പ്രോട്ടീൻ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. എന്താ സ്ട്രക്ചറൽ പ്രോട്ടീനിന്റെ പേര്? കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. ഇൻ ഓൾ കണക്റ്റീവ് ടിഷ്യൂസ് എക്സെപ്റ്റ് ബ്ലഡ്, ബ്ലഡ് ഒഴിച്ചുള്ള മറ്റ് കണക്റ്റീവ് ടിഷ്യൂസിലെല്ലാം ദി സെൽസ് സെക്രീറ്റ് ഫൈബേഴ്സ് ഓഫ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് കാൾഡ് കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. എന്താ ഈ ഫൈബേഴ്സിന്റെ ധർമ്മം? ദേ പ്രൊവൈഡ് സ്ട്രെങ്ത്, ശക്തി കൊടുക്കുന്നു, ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്നു, ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു ടിഷ്യൂവിന്. ഇപ്പൊ ടിഷ്യൂവിന് സ്ട്രെങ്ത് കൊടുക്കാനും ഇലാസ്റ്റിസിറ്റിക്കും ഫ്ലെക്സിബിലിറ്റിക്കും സഹായിക്കുന്ന സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആണ് കൊളാജൻ ഓർ ഇലാസ്റ്റിൻ.
അപ്പോൾ ഓർക്കുക, എല്ലാ കണക്റ്റീവ് ടിഷ്യൂസിലും ബ്ലഡ് ഒഴിച്ചുള്ള മറ്റെല്ലാ കണക്റ്റീവ് ടിഷ്യൂസിലും സെൽസ് ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈബേഴ്സിന്റെ പേരാണ് കൊളാജൻ ഓർ ഇലാസ്റ്റിൻ. അവ എന്തിനു സഹായിക്കുന്നു? പ്രൊവൈഡ് സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ ടിഷ്യൂസ്. These cells also secrete modified polysaccharides. അപ്പോൾ ഈ സെൽസിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, നേരത്തെ സൂചിപ്പിച്ചു, പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇവ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. കൊളാജൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സെല്ലുകൾ ചില മോഡിഫൈഡ് പോളിസാക്കറൈഡ്സിനെ സെക്രീറ്റ് ചെയ്യുന്നു. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്. സ്റ്റാർച്ച് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, സെല്ലുലോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ഇനുലിൻ എന്ന് പറയുന്നത്, ഫ്രക്ടോസ് എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിന്റെ കാറ്റഗറിയിൽ വരുന്ന മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഈ മോളിക്യൂൾസിനെ കണക്റ്റീവ് ടിഷ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദീസ് സെൽസ് ആൾസോ സെക്രീറ്റ് മോഡിഫൈഡ് പോളിസാക്കറൈഡ്സ്. ആ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന പോളിസാക്കറൈഡ്സ് എന്ത് ചെയ്യുന്നു? അക്യൂമുലേറ്റ് ബിറ്റ്വീൻ ദ സെൽസ്. ഈ സെല്ലുകൾക്കിടയിൽ അത് അക്യൂമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈബേഴ്സിന്റെ ഇടയിലും അക്യൂമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ആക്ട് ആസ് എ മാട്രിക്സ് ഓർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. അപ്പൊ ഈ സെൽ ഓർഗനൽസും ഈ ഫൈബേഴ്സും ഒക്കെ ഈ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഈ മോഡിഫൈഡ് പോളിസാക്കറൈഡ് മാട്രിക്സിനകത്ത് എംബഡ് ചെയ്താ കാണുന്നത്. അതിലല്ലെങ്കിൽ അങ്ങ് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ ടിഷ്യൂസ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? മോഡിഫൈഡ് പോളിസാക്കറൈഡ്സ് സെക്രീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സെക്രീറ്റ് ചെയ്യപ്പെടുന്ന പോളിസാക്കറൈഡ്സ് സെൽസിൽ അക്യൂമുലേറ്റ് ചെയ്യുന്നു, ഫൈബേഴ്സിന്റെ ഇടയിൽ അക്യൂമുലേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു മാട്രിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് മാറ്റുന്നു. കണക്റ്റീവ് ടിഷ്യൂസിന്റെ അവയുടെ പ്രത്യേകത അനുസരിച്ച്, അവയുടെ ഹാർഡ്നെസ് അനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പൊ കണക്റ്റീവ് ടിഷ്യൂ 3 ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓരോ ടിഷ്യൂസിന്റെയും പ്രത്യേകതകൾ നോക്കാം. ആദ്യമായിട്ട് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന്റെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഹാസ് സെൽസ് ആൻഡ് ഫൈബേഴ്സ് ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൂസാണ്. ഈ കണക്റ്റീവ് ടിഷ്യൂവിന് ഹാർഡ്നെസ് കുറവാണ്. കാര്യം എന്താണ്? ഈ ഫൈബേഴ്സ് നേരത്തെ പറഞ്ഞു, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസുകൾ, സെൽ ഓർഗനൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഈ കൊളാജൻ ഫൈബേഴ്സ് ഈ ഒരു മാട്രിക്സിനകത്ത് ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫൈബേഴ്സിന്റെ അറേഞ്ച്മെന്റ് എത്രത്തോളം തിക്കൻഡ് ആകുമോ അതിനനുസരിച്ച് കണക്റ്റീവ് ടിഷ്യൂവിന്റെ കട്ടിയും കൂടുകയാണ്. അപ്പൊ ഇവിടെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൽ ഈ ഫൈബേഴ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ലൂസിലി അറേഞ്ച്ഡ് ആണ്. ഇനി സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് നേരത്തെ സൂചിപ്പിച്ചു. ഈ സെല്ല് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു മോഡിഫൈഡ് പോളിസാക്കറൈഡ്സിന്റെ ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള, അത് ഫ്ലൂയിഡും അല്ല അതുപോലെ തന്നെ സോളിഡും അല്ല, രണ്ടിന്റെ ഇടയിലുള്ള ഒരവസ്ഥ, നല്ല കട്ടിയുള്ള ഒരു, നമ്മൾ പറയുക കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ കുറച്ച് സമയം നമ്മൾ തണുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് സോളിഡും അല്ല ലിക്വിഡും അല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തും. അതിനെയാണ് നമ്മളൊരു മാട്രിക്സ് രൂപം അല്ലെങ്കിൽ സെമി ഫ്ലൂയിഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ ഈ കണക്റ്റീവ് ടിഷ്യൂ ഫൈബേഴ്സ് എന്തായിരിക്കും? ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ടിഷ്യൂസിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ കാണുന്ന അരിയോളാർ ടിഷ്യൂ. അപ്പൊ അരിയോളാർ ടിഷ്യൂ, അതുപോലെ തന്നെ സ്കിന്നിൽ തന്നെ കാണുന്ന മറ്റൊരു ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ. ഈ രണ്ട് ടിഷ്യൂവും ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. സ്കിന്നിന്റെ അടിയിൽ കാണുന്ന അരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂവും, ഈ രണ്ട് ടിഷ്യൂവും ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. ഇനി ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ്സ്, സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് സെക്രീറ്റ് ഫൈബേഴ്സ്. നേരത്തെ സൂചിപ്പിച്ചു, കൊളാജൻ ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന
സെൽ ഓർഗനലിനെ വിളിക്കുന്ന പേരാണ് ഫൈബ്രോബ്ലാസ്റ്റ്. അപ്പം അതുപോലെ തന്നെ ഈ ടിഷ്യൂവിനകത്ത് എംബഡ് ചെയ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെ കാണുന്നുണ്ട്? മാക്രോഫേജസും മാസ്റ്റ് സെൽസും കാണുന്നുണ്ട്. അപ്പം മാക്രോഫേജസും മാസ്റ്റ് സെൽസും എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ കാണുന്ന 2 ടൈപ്പ് ടിഷ്യൂസ് ഉണ്ട്, RBCയും WBCയും. ആ WBCന്റെ കാറ്റഗറിയിൽ വരുന്ന ടിഷ്യൂസ് ആണ്, സെൽസ് ആണ് ഈ പറയുന്ന മാക്രോഫേജസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്, ന്യൂട്രോഫില്, ഇസ്നോഫിൽ എന്നൊക്കെ പറയുന്ന സെല്ലുകളാണ് WBCന്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ആ കാറ്റഗറിയിൽ വരുന്ന മോണോസൈറ്റിന്റെ ഒരു രൂപപ്പെട്ട ഒരു സെല്ലാണ് മാക്രോഫേജ് എന്ന് പറയുന്നതും മാസ്റ്റ് സെൽ എന്ന് പറയുന്നതും മോണോസൈറ്റിന്റെ രൂപാന്തരമാണ്. ഈ 2 സെല്ലുകളും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രക്രിയ നിർവഹിക്കുന്ന സെല്ലുകളാണ് മാക്രോഫേജസും മാസ്റ്റ് സെൽസും. അപ്പോൾ ഈ 2 ടൈപ്പ് സെൽസും നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിനകത്ത് കാണാൻ സാധിക്കും. It contains fibroblast. Fibroblast means cells that produce and secrete fibers. അതുപോലെ മാക്രോഫേജസും മാസ്റ്റ് സെൽസിനെയും നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണാൻ സാധിക്കും. ഇനി നേരത്തെ സൂചിപ്പിച്ചതാണ് അഡിപ്പോസ് ടിഷ്യൂ. നമ്മുടെ സ്കിന്നില് അടിയിൽ കാണുന്ന ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന, കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ടിഷ്യൂവിന് വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. ഈ അഡിപ്പോസ് ടിഷ്യൂവും ഏത് കാറ്റഗറിയിൽ വരുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. Adipose tissue is loose connective tissue located mainly beneath the skin. അപ്പോൾ സ്കിന്നിന്റെ അടിയിൽ കാണുന്ന കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ടിഷ്യൂ ആണ് അഡിപ്പോസ് ടിഷ്യൂ. These cells, the cells of this tissue are specialized to store fats. The excess amount of nutrients which are not used immediately are converted into fats. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ എനർജിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസുകൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നതിന് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഫാറ്റിന്റെ രൂപത്തിലാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ എനർജിക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അതിനേക്കാളും കൂടുതലാണെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് വരുന്ന ഫുഡ് ന്യൂട്രിയൻസിനെ എന്തായിട്ട് ശരീരം കൺവേർട്ട് ചെയ്യും? ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും, കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂവിന് വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ. The excess of nutrients which are not used immediately are converted into fats and stored in this tissue. ഇനി അടുത്ത കാറ്റഗറി ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. Fibers and fibroblasts are compactly packed in the dense connective tissue. Orientation of fibers shows a regular or irregular pattern. ഇപ്പോൾ നേരത്തെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിലാണെങ്കിൽ ഫൈബ്രോബ്ലാസ്റ്റ് സെക്രീറ്റ് ചെയ്യുന്ന കൊളാജൻ ഫൈബേഴ്സിനെ വളരെ ലൂസ് ആയിട്ടാണ് ആ സെല്ലിനകത്ത് അല്ലെങ്കിൽ ടിഷ്യൂവിനകത്ത് കാണുന്നത്. എന്നാൽ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഈ ഫൈബേഴ്സ് കോമ്പാക്റ്റ്ലി പാക്ഡ്, പിക്ചറിൽ കാണുന്നത് പോലെ ഈ ഫൈബേഴ്സിനെ എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? വളരെ ഞെരുക്കി അടുക്കി വെച്ചിരിക്കുക. ഓറിയന്റേഷൻ ഓഫ് ഫൈബേഴ്സ് ഷോ എ റെഗുലർ ഓർ ഇറഗുലർ പാറ്റേൺ. ഇപ്പൊ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് 2 രീതിയിൽ സംഭവിക്കാം. നല്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിന്റെ രൂപത്തിൽ അടുക്കി വെക്കുന്ന രീതിയിൽ വരാം, അല്ല ആ സെൽസിനകത്ത് മൊത്തം ഇങ്ങനെ ചിതറിക്കിടക്കുന്ന രൂപത്തിലുള്ള അറേഞ്ച്മെന്റും വരാം. അപ്പോൾ അതിനനുസരിച്ച് 2 ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവും ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ 2 പാറ്റേണിൽ കാണുന്നുണ്ട്. റെഗുലർ പാറ്റേണിലും കാണുന്നുണ്ട്, ഇറഗുലർ പാറ്റേണിലും കാണുന്നുണ്ട്. ആദ്യമായിട്ട് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിനെ പരിചയപ്പെടാം. In the dense regular connective tissue, the collagen fibers are present in rows between many parallel bundles of fibers. പിക്ചറിൽ കാണാൻ നമുക്ക് ഇവിടെ എന്താ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ കൊളാജൻ ഫൈബേഴ്സ് ആണ്. ഈ കൊളാജൻ ഫൈബേഴ്സ് ഒരു പാരലലായിട്ടുള്ള പല പല ബണ്ടിൽസുകളായിട്ട് ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുക. ഈ പിക്ചറിലും കാണാൻ നമുക്ക് കൊളാജൻ ഫൈബേഴ്സ് ഒരു റെഗുലർ പാറ്റേണിൽ ഭംഗിയായിട്ട് ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുക.
അപ്പോൾ ഈ രീതിയിൽ കൊളാജൻ ഫൈബേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എക്സാമ്പിളാണ് ടെൻഡൻ. എന്താണ് ടെൻഡൻ എന്ന് പറഞ്ഞാൽ? വിച്ച് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺസ്. ഇപ്പോൾ സ്കെലിറ്റൽ മസിൽസ് ബോണുമായിട്ട് ചേരുന്ന സ്ഥലത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ടെൻഡൻസ്. ഇപ്പോൾ ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ? ഇറ്റ് ഈസ് എ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പോൾ ടെൻഡൻ എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്റ്റീവ് ടിഷ്യൂവിൽ തന്നെ ഏത് പാറ്റേണിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്? റെഗുലർ പാറ്റേണിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് മെനി പാരലൽ ബണ്ടിൽസ് റെഗുലറായിട്ട് ഇങ്ങനെ റോസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണപ്പെടും. ആ രീതിയിൽ കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ടെൻഡൻസ്. ടെൻഡൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിളും കൂടിയുണ്ട്, ലിഗമെന്റ്സ്. നേരത്തെ ടെൻഡൻ നമ്മൾ മനസ്സിലാക്കി. ടെൻഡൻ എന്തിനാണ്? മസിൽസിന് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ. Tendon is a connective tissue which connects muscles to bone. എന്നാൽ ligaments which attach one bone to another. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പിക്ചറിൽ നമുക്ക് കാണാം. ഇവിടെ ഫിംഗേഴ്സിൽ കാണുന്ന ബോൺസ് ആണ്. ഫിംഗേഴ്സിൽ തന്നെ ഇതൊരു ബോണ്, ഇതൊരു ബോണ്. നമുക്കറിയാം ഫലാഞ്ചസും കാർപ്പൽസും മെറ്റാകാർപ്പൽസും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ ഓരോ ബോണിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്സ്. ലിഗമെന്റ് ഈസ് ആൾസോ എ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ടെൻഡൻസും ലിഗമെന്റ്സും ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. ടെൻഡൻസ് എന്ന് പറയുന്നത് വിച്ച് കണക്ട് മസിൽസ് ടു ബോൺ. മസിലിന് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻസ്. എന്നാൽ ലിഗമെന്റ്സ് എന്ന് പറയുന്നത് വിച്ച് കണക്ട്സ് വൺ ബോൺ ടു അനദർ ബോൺ. ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെന്റ്സ്. ബോത്ത് ആർ എക്സാമ്പിൾസ് ഫോർ റെഗുലർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇനി ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂവിനെ പരിചയപ്പെടാം. Dense irregular connective tissue has fibroblast and many fibers, mostly collagen, that are oriented differently. നേരത്തെ റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിൽ കൃത്യമായിട്ടും ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെക്രേറ്റ് ചെയ്യുന്ന കൊളാജൻ ഫൈബേഴ്സിന് ഒരു പാറ്റേണിൽ റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇവിടെ റെഗുലറിന്റെ ഓപ്പോസിറ്റ് ദാറ്റ് ഈസ് ഇറഗുലർ. ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണമില്ലാതെ ഈ കൊളാജൻ ഫൈബേഴ്സ് പല ഡിഫറൻറ്റ് ഓറിയന്റേഷൻസിൽ കാണപ്പെടുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കാം. ഇപ്പം ഇങ്ങനത്തെ ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? സ്കിന്നിൽ കാണാൻ സാധിക്കും. ദ ടിഷ്യൂ ഈസ് പ്രസന്റ് ഇൻ ദ സ്കിൻ. ഇപ്പോൾ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ക്യാൻ ബി സീൻ അണ്ടർ ദ സ്കിൻ. ഇനി അടുത്ത കാറ്റഗറിയാണ് കണക്റ്റീവ് ടിഷ്യൂവിലെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിന് പ്രധാനമായിട്ടും 3 എക്സാമ്പിൾസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ 3 കാറ്റഗറി ഓഫ് ടിഷ്യൂസ് ആണ്. ഏതൊക്കെയാണ്? കാർട്ടിലേജ്, ബോൺസ് ആൻഡ് ബ്ലഡ്. കാർട്ടിലേജ് എന്ന് പറയുന്ന ടിഷ്യൂ, ബോണ്, ബ്ലഡ്, ഇത് 3ഉം സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിന്റെ കാറ്റഗറിയിൽ വരുന്നു. കാർട്ടിലേജ്, ബോൺസ് ആൻഡ് ബ്ലഡ് ആർ വേരിയസ് ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അതിൽ ആദ്യത്തെ വിഭാഗത്തിൽ വരുന്ന കാർട്ടിലേജിനെ കുറിച്ച് മനസ്സിലാക്കാം. ദ ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ ഓഫ് കാർട്ടിലേജ് ഈസ് സോളിഡ് ആൻഡ് പ്ലയബിൾ ആൻഡ് റെസിസ്റ്റ് കംപ്രഷൻ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കണക്റ്റീവ് ടിഷ്യൂവിൽ നേരത്തെ ഡെൻസ് റെഗുലറും ഡെൻസ് ഇറഗുലറുമായിട്ടുള്ള കണക്റ്റീവ്, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, അവിടെയൊക്കെ നമ്മൾ കണ്ടത് ഈ കൊളാജൻ ഫൈബേഴ്സ് വളരെ തിക്കായിട്ട് അറേഞ്ച് ചെയ്യപ്പെടുന്നില്ല, ലൂസായിട്ട് അറേഞ്ച് ചെയ്യപ്പെടുന്നു ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ, റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നു ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ. എന്നാൽ കാർട്ടിലേജിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി അതിന് കട്ടി വരികയാണ്, സോളിഡ് ആണ് ആൻഡ് പ്ലയബിൾ. പ്ലയബിൾ മീൻസ് അവിടെ നമുക്ക് അതിന് ബെൻഡ് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആണ്.
സോളിഡ് ആണ്, അതുപോലെ ഫ്ലെക്സിബിളുമാണ്. ആൻഡ് റെസിസ്റ്റ് കംപ്രഷനെ ചെറുക്കുന്നുണ്ട്. ഇത് ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ ഓഫ് കാർട്ടിലേജ്. ഇപ്പോൾ കാർട്ടിലേജിന്റെ ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ എന്ന് പറയുന്നത് സോളിഡ് ആണ്, പ്ലയബിൾ ആണ്, ആൻഡ് റെസിസ്റ്റ് കംപ്രഷനെ ചെറുക്കുന്നതുമാണ്. കാർട്ടിലേജ് സെൽസിന് നേരത്തെ നമ്മൾ ഈ പേര് നമ്മൾ മനസ്സിലാക്കിയാണ്, കോൺട്രോസൈറ്റ്സ് എന്നുള്ള പേര്. കോൺട്രിക്റ്റിക്സ് എന്ന് പറയുന്ന ഫിഷസിന്റെ കാറ്റഗറി പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി കാർട്ടിലേജ് സെൽസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എൻഡോസ്കെലിട്ടൺ, അതിനാണ് നമ്മൾ കോൺട്രിക്റ്റിസ് എന്ന് വിളിച്ചത്. ഇപ്പോൾ കോൺട്രിക്റ്റിസ് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെ ഈ സെൽസിന്റെ പേരിൽ നിന്നാണ്. എന്താ സെൽസിന്റെ പേര്? കോൺട്രോസൈറ്റ്സ് എന്നാണ്. അപ്പോൾ കോൺട്രോസൈറ്റ്സ് ആണ് കാർട്ടിലേജ് സെൽസിനെ, ഇൻഡിവിജ്വൽ സെൽസിനെ വിളിക്കുന്ന പേര്. കാർട്ടിലേജ് ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഡിവിജ്വൽ സെൽസിനെ അല്ലെങ്കിൽ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് കോൺട്രോസൈറ്റ്സ്. അപ്പൊ ഈ ഒരു കോൺട്രോസൈറ്റ്സ് ഒരു ചെറിയ ക്യാവിറ്റിക്കകത്താണ് എൻക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് അതിന്റെ മാട്രിക്സ് ആണ്, ഇന്റർസെല്ലുലാർ മാട്രിക്സ് ആണ്, ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ആ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ് നേരത്തെ സൂചിപ്പിച്ചത്, സോളിഡ് ആണ്, പ്ലയബിൾ ആണ്, റെസിസ്റ്റ് കംപ്രഷൻ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ആർ എൻക്ലോസ്ഡ് ഇൻ സ്മാൾ ക്യാവിറ്റീസ്. ഒരു ചെറിയ ക്യാവിറ്റിക്ക് അകത്താണ് ഈ കാർട്ടിലേജ് സെൽ അല്ലെങ്കിൽ കോൺട്രോസൈറ്റ് സെല്ല് കാണുന്നത്. അതിന് ചുറ്റും മാട്രിക്സ് കാണും. ആ മാട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? സോളിഡും പ്ലയബിളും ആണ്. അപ്പൊ ഈ രീതിയിലാണ് കാർട്ടിലേജ് അല്ലെങ്കിൽ കോൺട്രോസൈറ്റ് സെല്ലുകൾ കാണപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജസ് ഇൻ വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ആർ റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്സ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ എംബ്രിയോണിക് സ്റ്റേജിൽ ഈ ബോൺസുകളെല്ലാം കാർട്ടിലേജിന്റെ രൂപത്തിലായിരിക്കും. കാർട്ടിലേജ് എന്ന് പറയുന്നത് ബോൺസിന്റെ അത്രയും കട്ടിയുള്ള സാധനമല്ല, ബോൺസിനെക്കാളും കട്ടി കുറഞ്ഞവയാണ് കാർട്ടിലേജ്. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജസ് ഇൻ വെർട്ടിബ്രേ എംബ്രിയോസ് ആർ റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്സ്. അപ്പൊ അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും എംബ്രിയോ സ്റ്റേജിൽ കാണുന്ന കാർട്ടിലേജ് രൂപത്തിൽ കാണുന്ന ബോൺസ് എല്ലാം എന്താണ് അഡൽട്ടിൽ എത്തുമ്പോഴത്തേക്കും കട്ടി കൂടിയ ബോൺസ് ആയിട്ട് മാറും. കാർട്ടിലേജ് എന്തായിട്ട് മാറും? ബോൺസ് ആയിട്ട് മാറും. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജസ് ഇൻ വെർട്ടിബ്രേറ്റ് എംബ്രിയോസ് ആർ റീപ്ലേസ്ഡ് ബൈ ബോൺസ് ഇൻ അഡൽട്സ്. എവിടെയൊക്കെയാണ് കാർട്ടിലേജ് നമുക്ക് അഡൽട്ട് സ്റ്റേജിൽ കാണാൻ പറ്റുന്നതെന്ന് അറിയാവോ? ഈ പ്രസന്റ് ഇൻ ദ ടിപ്പ് ഓഫ് നോസ്. നോസിന്റെ ടിപ്പ് നമുക്കറിയാം, നോസ് നമ്മൾ പിടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആണ്. ബോൺ പോലെ അത്ര കട്ടിയുള്ള സാധനമല്ല നോസിന്റെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബോൺ അല്ല, അത് കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഔട്ടർ ഇയർ ജോയിന്റ്സ്, നമ്മുടെ എക്സ്റ്റേണൽ ഇയർ, പിന്നെ എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നതും അവിടെയും എന്താണത്? കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നത്. ബിറ്റ്വീൻ അഡ്ജസന്റ് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം, നട്ടലിലെ ഓരോ കശേരുക്കളുടെയും ഇടയിൽ കാണുന്ന ഇത് കാർട്ടിലേജ് ആണ്. നട്ടലിനെ നമുക്ക് ബെൻഡ് ചെയ്യാൻ, അതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ സഹായിക്കുന്നത് ഈ കാർട്ടിലേജിന്റെ പ്രസൻസ് ആണ്. ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് ഫോം ചെയ്തിട്ടുള്ളത് കാർട്ടിലേജ് കൊണ്ടാണ്. ബിറ്റ്വീൻ അഡ്ജസന്റ് ബോൺസ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. ലിംസ് ആൻഡ് ഹാൻഡ്സ് ഇൻ അഡൽട്സ്. എല്ലാ ലോങ് ബോൺസുകളുടെയും ടിപ്പില് കാർട്ടിലേജിന്റെ പ്രസൻസ് ഉണ്ട്. ലിംസിലും ഉണ്ട്, ഹാൻഡ്സിലും ഉണ്ട്. കാർട്ടിലേജ് നമുക്ക് ബോണുകളുടെ ടിപ്പില് പരസ്പരം ബോണുകൾ തമ്മിലുള്ള ഫ്രിക്ഷൻ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നത് ഈ കാർട്ടിലേജിന്റെ പ്രസൻസ് ആണ്. ഇനി ബോൺ സെൽസിനെ കുറിച്ച് മനസ്സിലാക്കാം. ബോൺസ് ഹാവ് ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. നേരത്തെ സൂചിപ്പിച്ചു, കാർട്ടിലേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പ്ലയബിൾ ആണ്. സോളിഡ് ആണെങ്കിലും പ്ലയബിൾ ആണ്. എന്നാൽ ബോൺസിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് നല്ല ഹാർഡ് സോളിഡ് ആയിട്ട് മാറും. ആൻഡ് നോൺ പ്ലയബിൾ. ബോൺസുകൾ നമുക്ക് ഫ്ലെക്സിബിൾ അല്ല, ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നോൺ പ്ലയബിൾ ആണ്. ഗ്രൗണ്ട് സബ്സ്റ്റൻസ് റിച്ച് ഇൻ കാൽഷ്യം സാൾട്ട്സ് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാട്രിക്സ് എന്ന് പറയുന്നത് അവിടെ കാൽഷ്യം സാൾട്ട് കൊണ്ടും കൊളാജൻ ഫൈബേഴ്സ് കൊണ്ടും വളരെ റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് മാറിയിട്ടുണ്ടാവും.
ഇപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിൽ കാർട്ടിലേജ് ആയിട്ടിരിക്കുന്ന ബോൺസ് എല്ലാം അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് മാറും, കട്ടിയുള്ള ബോണായിട്ട് മാറും, കാർട്ടിലേജ് ബോണായിട്ട് മാറും. അതിന് കാരണമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ഡെപ്പോസിഷൻ നടക്കുന്നു? കാൽഷ്യത്തിന്റെ ഡെപ്പോസിഷൻ നടക്കുന്നു. കൊളാജൻ ഫൈബേഴ്സ് കട്ടിയുള്ള കൊളാജൻ ഫൈബേഴ്സ് ആയിട്ട് മാറുന്നു. അതാണ് നമ്മുടെ എല്ലുകൾക്ക് ശക്തി കൊടുക്കുന്നത്. which give bone its strength. It is the main tissue that provides a structural frame to the body. നമ്മുടെ ബോഡിക്ക് ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആകൃതിയിൽ ബോഡിയെ നിലനിർത്തുന്നത് ഈ ബോൺസ് ആണ്. ബോൺസ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് സോഫ്റ്റർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. നമുക്കറിയാം നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ഹാർട്ട് ആയാലും ലിവർ ആയാലും ലങ്സ് ആയാലും എല്ലാം ഒരു ബോൺ കൊണ്ടുള്ള ഒരു കവറിനകത്ത് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബോൺസ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് സോഫ്റ്റർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. The bone cells, osteocytes, are present in the spaces called lacunae. ഇപ്പോൾ ബോൺ സെൽസിന്റെ പടം നമുക്കിവിടെ കാണാം. ഈ ബോൺ സെൽസ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് ലാക്യുനെ. The bone cells or osteocytes are present in the spaces called lacunae. Lacunae എന്ന് പറയുന്ന ഒരു സ്പേസസിനകത്താണ് ബോൺ സെല്ല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Limb bones such as the long bones of the legs serve weight bearing functions. ലോങ് ബോൺസ്, കാലിലൊക്കെ ഉള്ള ലോങ് ബോൺസ് ആണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം താങ്ങുന്ന ബോൺസ്. They also interact with the skeletal muscles attached to them to bring about movements. നമ്മുടെ ഓടാനും ചാടാനും ഒക്കെ സഹായിക്കുന്നത് ഈ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്കെലിറ്റൽ മസിൽസ് ആണ്. The bone marrow in some bones is the site of production of blood cells. ഈ ബ്ലഡ് സെൽസിന്റെ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ബോൺ മാരോ എന്ന് പറയുന്നത്. ലോങ് ബോൺസിനെ, എസ്പെഷ്യലി കയ്യിലെയും കാലിലെയും ഒക്കെ കാണുന്ന ലോങ് ബോൺസിലാണ്, ലോങ് ബോൺസിനകത്ത് കാണുന്ന ബോൺ മാരോ അല്ലെങ്കിൽ അസ്ഥി മജ്ജയിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലഡ് സെൽസുകളുടെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് ബോൺ മാരോ ആണ്. ഇനി അടുത്ത സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്നിങ് പ്ലാസ്മ, RBCs, red blood cells, white blood cells and platelets. It is the main circulating fluid that helps in the transport of various substances. പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡിലെ ഫ്ലൂയിഡ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. അതിൽ കാണുന്ന മറ്റ് ടിഷ്യൂസ് ആണ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന ടിഷ്യൂസ്. ഇപ്പൊ ബ്ലഡും എന്തിന് എക്സാമ്പിൾ ആണ്? കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് ആരുടെ പേര് പറയാം? ബ്ലഡിന്റെ പേര് പറയാം. അപ്പൊ ബ്ലഡിലെ തന്നെ നമ്മൾ പ്ലാസ്മ ആണ് അതിന്റെ ഫ്ലൂയിഡ് പോർഷൻ, അതിന്റെ സെല്ലുലാർ പോർഷൻ ആണ് ഫോംഡ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഫോംഡ് എലമെന്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബ്ലഡ് സെൽസും ഉണ്ട്, ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട്. ബ്ലഡ് സെൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്. WBC രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രാനുലോസൈറ്റ് ഉണ്ട്, എഗ്രാനുലോസൈറ്റ് ഉണ്ട്. ഗ്രാന്യൂൾസ് ഉള്ള WBCs ആണ് ന്യൂട്രോഫില്, ഇസ്നോഫില്, ബേസോഫില്. ഗ്രാന്യൂൾസ് ഇല്ലാത്ത WBCs ആണ് മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ വിശാലമായിട്ട് നമുക്ക് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത കാറ്റഗറി ഓഫ് അനിമൽ ടിഷ്യൂസ് ആണ് മസിൽ ടിഷ്യൂ. രണ്ട് ടിഷ്യൂസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എപ്പിത്തീലിയൽ ടിഷ്യൂവും കണക്റ്റീവ് ടിഷ്യൂ. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ടിഷ്യൂ ആണ് മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്താണ്? ഈച്ച് മസിൽ ഈസ് മേഡ് ഓഫ് മെനി ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ആരേസ്. അപ്പൊ ഈ മസിൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറെ ഫൈബേഴ്സുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ടിഷ്യൂ ആണ്. നേരത്തെ നമ്മൾ കൊളാജൻ ഫൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ മസിൽ ടിഷ്യൂ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതും കുറെ മൈക്രോ ഫൈബ്രിൽസുകൾ ചേർന്നാണ്. അപ്പൊ ആ ഫൈബേഴ്സിന്റെ പ്രത്യേകത എന്താണ്? മെനി ലോങ് ഫൈബേഴ്സ് ആണ്, നല്ല നീളമുള്ള ഫൈബേഴ്സ് ആണ്, സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കാണുന്ന ഫൈബേഴ്സ് ആണ്, അറേഞ്ച്ഡ് ഇൻ പാരലൽ ആരേസ്, പാരലലായിട്ട് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ഫൈബേഴ്സ് ആണ് മസിൽ ടിഷ്യൂസിൽ കാണാൻ സാധിക്കുന്നത്. ദീസ് ഫൈബേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂമറസ് ഫൈൻ ഫൈബ്രിൽസ് കാൾഡ് മയോഫൈബ്രിൽസ്.
അപ്പോൾ ഓരോ മസിൽ ഫൈബറിനെയും നമ്മൾ എടുത്തു നോക്കിയാൽ കുറച്ചുകൂടെ ചെറിയ ഫൈബേഴ്സ് കാണാം. അതിനെ വിളിക്കുന്ന പേരാണ് മയോഫൈബിൾസ്. മസിൽ ഫൈബേഴ്സ് കോൺട്രാക്ട്, ചുരുങ്ങുന്നുണ്ട്, ഷോർട്ടൺ ചെയ്യുന്നുണ്ട് ഇൻ റെസ്പോൺസ് ടു എ സ്റ്റിമുലേഷൻ. ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ മസിൽ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ദെൻ റിലാക്സ്, ലെങ്തൺ നടക്കുന്നു, ആൻഡ് റിട്ടേൺ ടു ദിയർ അൺകോൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ഇൻ എ കോർഡിനേറ്റഡ് ഫാഷൻ. ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും വഴിയാണ് മസിൽസ് അതിൻ്റെ മൂവ്മെന്റ് നിർവഹിക്കുന്നത്. അപ്പോൾ മസിൽസിന്റെ ആക്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഓരോ കാര്യത്തിനും നമുക്ക് നമ്മുടെ കൈകളായാലും കാലുകളായാലും മറ്റു ഓർഗൻസുകളായാലും അത് മൂവ് ചെയ്യുന്നതിന് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഏത് ടിഷ്യൂവിൻ്റെ ആവശ്യമുണ്ട്? മസിൽ ടിഷ്യൂവിൻ്റെ ആവശ്യമുണ്ട്. Their action moves the body to adjust to the changes in the environment and to maintain the positions of the various parts of the body. അപ്പോൾ എൻവയോൺമെന്റിന്റെ ചേഞ്ച് അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഓരോ പൊസിഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുവാനും മസിൽ ടിഷ്യൂസ് നമ്മെ സഹായിക്കുന്നു. In general, muscles play an active role in all the movements of the body. അപ്പോൾ ബോഡിയുടെ മൊത്തത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സിനും സഹായിക്കുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് മസിൽ ടിഷ്യൂ ആണ്. മസിൽ ടിഷ്യൂ 3 ടൈപ്പ് മസിൽ ടിഷ്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്കെലിറ്റൽ മസില്, സ്മൂത്ത് മസില്, കാർഡിയാക് മസിൽ. അപ്പോൾ 3 ടൈപ്പിലുള്ള മസിൽ ടിഷ്യൂസിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിൽ ടിഷ്യൂ ആണ് സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ. ഹാർട്ടിൽ കാണുന്ന മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ ടിഷ്യൂ. അതുപോലെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കാണുന്ന പ്രധാനപ്പെട്ട ടിഷ്യൂ ആണ് സ്മൂത്ത് മസിൽ. ഓരോന്നിൻ്റെയും പ്രത്യേകത നോക്കാം. ഫസ്റ്റിൽ നമുക്ക് സ്കെലിറ്റൽ മസിൽസ് ഓർ സ്ട്രയേറ്റഡ് മസിൽ എന്നുള്ള പേരും ഈ മസിൽസിനുണ്ട്. കാരണം നമുക്കിത് നോക്കുമ്പോൾ ഈ മസിൽ ഫൈബേഴ്സിന്റെ പുറത്ത് ഒരുപാട് സ്ട്രയേഷൻസ് കാണുവാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്കെലിറ്റൽ മസിൽസിന്റെ പ്രോപ്പർട്ടീസും നോക്കാം. സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ ഈസ് ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ബോൺസ്. ബോണുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ഇന്ന് ടിപ്പിക്കൽ മസിൽ സച്ച് ആസ് ദ ബൈസെപ്സ്. ബൈസെപ്സ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കാണുന്ന ഈ മസിലിനെയാണ് ബൈസെപ്സ് മസിൽ എന്ന് വിളിക്കുന്നത്. സ്ട്രയേറ്റഡ് ഓർ സ്ട്രൈപ്ഡ് skeletal muscle fibers are bundled together in a parallel fashion. ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഓരോന്നും ഓരോ മസിൽ ഫൈബറാണ്. ഇതൊരു മസിൽ ഫൈബറാണ്. ഇത് കുറേ മസിൽസ് ചേർന്ന ഒരു ബണ്ടിലാണ്. ഇത് മറ്റൊരു ബണ്ടിൽ. അപ്പോൾ ഇങ്ങനെ ബണ്ടിൽസിനെ എല്ലാം കൂടി കവർ ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കണക്റ്റീവ് ഷീത്തും ഉണ്ട്. A sheath of tough connective tissue encloses several bundles of muscle fibers. അപ്പോൾ ബണ്ടിൽസ് ഓഫ് മസിൽ ഫൈബേഴ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്ടിവിറ്റി ഷീത്ത് കൊണ്ടുള്ള ഒരു കവറിങ്ങും കാണാൻ സാധിക്കും. ഈ സ്മൂത്ത് മസിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the smooth muscle fibers taper at both ends, fusiform and do not show striations. ഈ മസിൽ ഫൈബേഴ്സിന്റെ പ്രത്യേകത നോക്കിയാൽ ഇതിന്റെ രണ്ട് എൻഡും നല്ല കൂർത്ത ഒരു ആകൃതിയിലായിരിക്കും, ഒരു പോയിന്റഡ് ഷേപ്പിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ ഷേപ്പിനെയാണ് നമ്മൾ ഫ്യൂസിഫോം ഷേപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്യൂസിഫോം ഷേപ്പിലാണ് ഇതിന്റെ മസിൽ ഫൈബേഴ്സ് കാണുക. ഇതില് നേരത്തെ മറ്റ് മസിലായിരുന്നു, സ്കെലറ്റൽ മസിലായിരുന്നെങ്കിൽ സ്ട്രയേഷൻസ് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനത്തെ സ്ട്രയേഷൻസ് കാണാൻ സാധിക്കില്ല. Cell junctions hold them together and they are bundled together in a connective tissue sheath. അപ്പോൾ ഒരു മസിൽ ടിഷ്യൂവും ഒരു മസിൽ ഫൈബറും സ്മൂത്ത് മസിൽ ഫൈബറും അടുത്തൊരു മസിൽ ഫൈബറും ഇതെന്ത് ചെയ്യുന്നു? സെൽ ജംഗ്ഷൻസിൽ എത്തുമ്പോൾ they are bundled together, ഒരു ബണ്ടിലായിട്ടങ്ങ് മാറുന്നു. ഇങ്ങനെ കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത്, ഒരു കണക്റ്റീവ് ടിഷ്യൂ ഷീത്ത് കൊണ്ട് ഇതിനെയും കവർ ചെയ്യപ്പെട്ട് കാണും. എവിടെയൊക്കെ കാണാൻ സാധിക്കും? ദ വാൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ദ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, സ്റ്റൊമക്കിനകത്ത് കാണാൻ സാധിക്കും, ഇൻറ്റസ്റ്റൈനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ സ്മൂത്ത് മസിൽസ് ബ്ലഡ് വെസൽസിൽ കാണാൻ സാധിക്കും, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ തുടങ്ങിയ ഇന്റേണൽ ഓർഗൻസിനകത്ത് സ്മൂത്ത് മസിൽസ് കാണാൻ സാധിക്കും.
സ്മൂത്ത് മസിൽസിന് മറ്റൊരു പ്രത്യേകതയാണ് ദേ ആർ ഇൻവോളണ്ടറി. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റുന്നതല്ല. വോളണ്ടറി ആണ് ഇൻവോളണ്ടറി. സ്കെലിറ്റൽ മസിൽ ആണെങ്കിൽ വോളണ്ടറി മസിൽസ് ആണ്, നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ സ്റ്റൊമക്കിനകത്തോ ഇൻറ്റസ്റ്റൈനിനകത്തോ ഉള്ള മസിൽസിനെയൊന്നും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പം അത്തരം മസിൽസ് ആണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക? ഇൻവോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്മൂത്ത് മസിൽസ് ആ ഒരു കാറ്റഗറിയിലാണ് വരിക. ദേ ആർ ഇൻവോളണ്ടറി as their functioning cannot be directly controlled. We usually are not able to make it contract merely by thinking about it as we can do with the skeletal muscles. സ്കെലിറ്റൽ മസിൽസിന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റുന്നത് പോലെ സ്മൂത്ത് മസിൽസിന് ചലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവയെ ഇൻവോളണ്ടറി മസിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ കാണുന്നതാണ്, ഹാർട്ടിൽ കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ ടിഷ്യൂ ഈസ് എ കോൺട്രാക്റ്റൈൽ ടിഷ്യൂ പ്രസന്റ് ഓൺലി ഇൻ ദ ഹാർട്ട്. ഹാർട്ടിൽ മാത്രം കാണാൻ സാധിക്കുന്ന മസിൽ ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ. Cell junctions fuse the plasma membranes of cardiac muscle cells and make them stick together. അപ്പോൾ ഈ ഫൈബേഴ്സിൻ്റെയും പ്രത്യേകതയാണ് അതിൻ്റെ സെൽ ജംഗ്ഷൻസിൽ എത്തുമ്പോഴത്തേക്കും ഈ ഫൈബേഴ്സ് പരസ്പരം ഫ്യൂസ് ചെയ്ത് മാറിയിരിക്കും. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈബർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അഡ്ജസൻറ്റ് ഫൈബറിനെയും അത് കോൺട്രാക്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ മൊത്തം ഫൈബറും ഒരു ബണ്ടിൽ പോലെ കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ ഓർ ഇന്റർകാലേറ്റഡ് ഡിസ്ക് അറ്റ് സം ഫ്യൂഷൻ പോയിന്റ്സ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജംഗ്ഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്. ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ഈ ഡിസ്ക് ഉള്ളത് കൊണ്ടുള്ള പ്രത്യേകത ഗുണം എന്താണ്? അലൗ ദ സെൽസ് ടു കോൺട്രാക്ട് ആസ് യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എല്ലാ ഫൈബേഴ്സിനെയും കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. വെൻ വൺ സെൽ റിസീവ്സ് എ സിഗ്നൽ ടു കോൺട്രാക്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സെല്ലിന് അല്ലെങ്കിൽ ഒരു ഫൈബറിന് കോൺട്രാക്ട് ചെയ്യാനുള്ള സിഗ്നൽ കിട്ടിയാൽ ആ എല്ലാ ഫൈബേഴ്സും പരസ്പരം ഇതുപോലെ ഇന്റർകാലേറ്റഡ് ഡിസ്കുകൾ കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഫൈബർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റ് ഫൈബേഴ്സും എല്ലാം അതിൻ്റെ സ്വാധീനത്തിൽ കോൺട്രാക്ട് ചെയ്യപ്പെടും. Communication junctions or intercalated discs at some fusion points allow the cells to contract as a unit. That is, when one cell receives a signal to contract, its neighbors are also stimulated to contract. ഈ മൂന്ന് മസിൽ ടിഷ്യൂസിൻ്റെയും ഒരു കമ്പാരിസൺ എന്ന് നോക്കാം. സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ എവിടെയാണ് കാണുക? സീൻ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ബോൺസ്. സ്മൂത്ത് മസിൽ ടിഷ്യൂ എവിടെ കാണും? പ്രസന്റ് ഇൻ ദ വാൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ബ്ലഡ് വെസൽസ്, സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. കാർഡിയാക് മസിൽ പ്രസന്റ് ഓൺലി ഇൻ ദ ഹാർട്ട്. ഇതിന്റെ പ്രത്യേകത ഫൈബേഴ്സ് ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ പാരലൽ ഫാഷൻ. ഫൈബേഴ്സ് ഏത് രീതിയിലാണ് ബണ്ടിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്? പാരലൽ ബണ്ടിൽസ് ആയിട്ടാണ് ഇത് ഫൈബേഴ്സ് ഇരിക്കുന്നത്. ഇതിലെ ഫൈബേഴ്സ് ആണെങ്കിലോ സ്മൂത്ത് മസിൽസിലെ ഫൈബേഴ്സ് ടാപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ടെൻഡും കൂർത്താ കാണുക. ആ ഷേപ്പിനെ വിളിക്കുന്ന പേര്, രണ്ടെൻഡും കൂർത്ത് നടുക്ക് വീർത്തും കാണുന്ന ആ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂസിഫോം ഷേപ്പ്. ഫ്യൂസിഫോം ഷേപ്പ് എന്ന ഈ സ്മൂത്ത് മസിൽ ഫൈബേഴ്സിന്റെ ഷേപ്പിനെ വിളിക്കുന്ന പേര്. ഇനി കാർഡിയാക് മസിൽ ആണെങ്കിലോ സെൽ ജംഗ്ഷൻസ് ഫ്യൂസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. അപ്പോൾ സെൽ ജംഗ്ഷൻസ് പരസ്പരം ഒട്ടിയിരിക്കും. പ്ലാസ്മ മെംബ്രെയിൻ ഫ്യൂസ് ചെയ്യുന്നത് കാരണം പരസ്പരം ഒട്ടിയിരിക്കും. സ്കെലിറ്റൽ മസിൽസ് വോളണ്ടറി ആണ്, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ പറ്റും. എന്നാൽ സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും ഇൻവോളണ്ടറി ആണ്. സ്കെലിറ്റൽ മസിൽസിൽ സ്ട്രയേഷൻസ് ഉണ്ട്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡാർക്ക് ബാൻഡും ആൾട്ടർനേറ്റ് ചെയ്ത് ഡാർക്ക് റീജിയനും ലൈറ്റ് റീജിയനും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്മൂത്ത് മസിലാണെങ്കിൽ അങ്ങനത്തെ സ്ട്രയേഷൻസ് ഇല്ല. കാർഡിയാക് മസിൽസിലാണെങ്കിലോ സ്ട്രയേഷൻസ് ഉണ്ട്, എന്നാൽ ഇതുപോലെ നല്ല ഡാർക്ക് സ്ട്രയേഷൻസ് അല്ല, മങ്ങിയ സ്ട്രയേഷൻസ് ആണ്, ഫെയിൻറ്റ് സ്ട്രയേഷൻസ് ആണ്. ഇത്രയുമാണ് മസിൽ ടിഷ്യൂവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ. അനിമൽ ടിഷ്യൂസിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ ആൻഡ് ലാസ്റ്റ് കാറ്റഗറി ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്?
നെർവ്സ് അല്ലേ, നാഡികൾ. നമ്മുടെ തലച്ചോറും സുഷുപ്ന നാഡിയും അതുപോലെയുള്ള മറ്റ് നാഡികളും എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂറോൺസുകൾ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സെല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ആണ്. ആവേഗങ്ങളെ തലച്ചോറിലേക്കും മറ്റ് കേന്ദ്ര നാഡീ വ്യൂഹത്തിലേക്കും എത്തിക്കുകയും അവിടെ നിന്നുള്ള സിഗ്നൽസുകളെ അതിൻ്റെ എഫക്റ്റാർ ഓർഗൻസിലേക്ക് കൊണ്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ന്യൂറൽ ടിഷ്യൂവിൻ്റെ ജോലി. It is a highly specialized tissue for receiving stimuli and conducting impulses. It coordinates all activities of our body. നമ്മുടെ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും ന്യൂറൽ ടിഷ്യൂസ് ആണ്. ന്യൂറൽ ടിഷ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സെല്ലാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറൽ ടിഷ്യൂവിന് നമ്മുടെ ന്യൂറോൺസ് ഉണ്ട്. ആക്സോണും ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റ്സും സെൽ ബോഡിയും എല്ലാം ചേർന്നിട്ടുള്ള ന്യൂറൽ ടിഷ്യൂവിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയ. ന്യൂറോഗ്ലിയൽ സെൽസ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് ന്യൂറോൺസ്. ന്യൂറോഗ്ലിയ മേക്കപ്പ് മോർ ദാൻ 1/2 the വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ. അപ്പം മൊത്തം നമ്മുടെ ന്യൂറൽ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ ന്യൂറൽ ടിഷ്യൂവിൻ്റെ വോളിയത്തിലെ പകുതി വോളിയവും വരുന്നത് ന്യൂറോഗ്ലിയ സെൽസ് ആണ്. ന്യൂറോഗ്ലിയ സെൽസ് ആണ് സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് നെർവസ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അനിമൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുവാനുള്ളത്. വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് TLP's ബയോളജി ക്ലാസ്സസ്. താങ്ക് യു.